മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്നും സങ്കീർണമാണ്. പതിറ്റാണ്ടുകളായി ശത്രുതയിൽ കഴിയുന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ മാനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു അപ്രതീക്ഷിത വാഗ്ദാനം. ഇറാൻ നേരിടുന്ന കടുത്ത ജലപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സഹായിക്കുമെന്നായിരുന്നു ഈ വാഗ്ദാനം. എന്നാൽ ഈ വാഗ്ദാനം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തള്ളിക്കളഞ്ഞത് ഗാസയിലെ പലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ്. ഈ സംഭവം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ വാക്പോര് മാത്രമല്ല, മറിച്ച് മാനുഷിക പ്രശ്നങ്ങളെ പോലും രാഷ്ട്രീയ ആയുധമാക്കുന്നതിന്റെ പുതിയ കാലത്തെ ഉദാഹരണം കൂടിയാണ്. ഇറാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജലപ്രതിസന്ധി. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ആഗോള താപനവും മഴയുടെ അളവിലുണ്ടായ കുറവും ഇറാനിലെ നദികളെയും തടാകങ്ങളെയും വറ്റിച്ചു. രാജ്യത്തെ പ്രധാനപ്പെട്ട തടാകങ്ങളിൽ ഒന്നായ ഉർമിയ തടാകം അതിന്റെ മുൻ രൂപത്തിൽ നിന്ന് ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇറാൻ ജലവിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. വലിയ അണക്കെട്ടുകളുടെ നിർമ്മാണം, ഭൂഗർഭ ജലത്തിന്റെ അമിതമായ ചൂഷണം, പരമ്പരാഗത ജലസേചന രീതികൾ എന്നിവയെല്ലാം ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി.